ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1684. ഇന്ന് ഓഗസ്റ്റ് മാസം 10-ാം തീയതി 223-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് ഓരോ ദിനവുമുള്ള അമ്മയോർമ്മകളിലൂടെയുള്ള യാത്രയാണ്. അതെ, ഈ വഴികളെ ധൈര്യപൂർവം അമ്മ വഴി എന്ന് വിളിക്കാവുന്നതാണ്, വിശേഷിപ്പിക്കാവുന്നതാണ്. യേശുവിലേക്കാണ് തീർച്ചയായും ഈ വഴിയും അമ്മയും നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതെ, ദൈവം ഒരു ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. മാനിക്കുകയും സ്വീകരിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. പതിയെ അവളിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് മറിയം അത് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നത്, പാടിത്തരുന്നത്. ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചെയ്തതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് എണ്ണാനായിട്ട് മറിയത്തിന് എങ്ങനെ സാധിക്കുന്നു? ചെയ്യാൻ പോകുന്നതും വലിയ കാര്യങ്ങളാണെന്ന് ഉറപ്പിക്കുകയാണ്. അതും ശക്തനായവനാണ് എല്ലാം നിർവഹിക്കുന്നത്. അവിടെ പരിപൂർണ സമർപ്പണത്തിനു കൂടി സ്വയം തയ്യാറാവുകയാണ്, ഭരമേൽപ്പിക്കുകയാണ് പൂർണ്ണമായിട്ട്. ഇനി ഉത്തരവാദിത്വമൊക്കെ അവിടുത്തേക്കാണ്, അവിടുത്തെ സന്നിധിയിലാണ്. ഞാനോ അവിടുത്തെ ദാസിയാണ്. വീണ്ടും മറിയം പറയുന്നുണ്ട്, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 48 മുതൽ മറിയത്തിന്റെ സ്തോത്രഗീതത്തിനകത്താണ്. അവൻ എളിയവരെ ഉയർത്തുന്നു, അവൻ വിശക്കുന്നവരെ സംതൃപ്തരാക്കുന്നു. മറിയത്തിന്റെ ജീവിതത്തിൽ നിന്നാണ്, സ്വന്തം അനുഭവമാണ് പങ്കുവെക്കുന്നത്. എന്നാൽ എന്റെയോ? എന്താണ് എന്നിൽ നടക്കുന്നത്? ദാസിയുടെ അല്ലെങ്കിൽ ദാസന്റെ താഴ്മയിൽ ദൈവം നടത്തുന്ന എന്തെങ്കിലും വിസ്മയങ്ങളുണ്ടോ എന്റെ ജീവിതത്തിൽ? അതോ അവനവന്റെ അഹന്തയിലും നിഗളത്തിലും പൊയ്ക്കാലുകളിലും ആഡംബരങ്ങളിൽ ആഘോഷങ്ങളിലൊക്കെ എന്നിലൂടെ തിന്മയുടെ ശക്തികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്? എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ശാന്തതയില് മൗനത്തില് ധ്യാനിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. കഷ്ടമാണ്, വേറൊന്നുമല്ല. ഇതുവരെ നമ്മളാരും ഈ അമ്മയില് എത്തിയിട്ടില്ല. അമ്മയിലൂടെ ആ മകനിലും അതൊന്ന് തിരിച്ചറിയേണ്ടത് നല്ലതാണ്. എളിയവരെ ഉയർത്തുന്ന, വിശക്കുന്നവരെയൊക്കെ സംതൃപ്തരാക്കുന്ന ശക്തനായ ഒരു ദൈവാനുഭവം. ആ ദൈവാനുഭവം വലിയ കാര്യങ്ങളാണ് എന്നിൽ ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനും ഏറ്റുപറയാനും അതൊരു മാതൃകയാക്കാൻ, മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറാനും ശരിക്കും വിളിക്കപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ മറിയം ഇവിടെ എന്നെയും സഹായിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആമേൻ.